ഓണക്കാലത്ത് മദ്യവിൽപ്പനയിൽ റെക്കോർഡ് കുതിപ്പ് 279.12 കോടി രൂപയുടെ മദ്യമാണ് 3 ദിവസത്തിനുള്ളിൽ വിറ്റത്. ഇന്നലെ മാത്രം 88.98 കോടി രൂപയുടെ മദ്യം വിറ്റു. കഴിഞ്ഞ വർഷത്തേക്കാൾ 28.16 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് ഇത്തവണ ഉണ്ടായത്. കഴിഞ്ഞ ഓണക്കാലത്തെ 3 ദിവസത്തെ വിൽപ്പന 280.96 കോടിയായിരുന്നു. വരും ദിവസങ്ങളിലും വിൽപ്പന ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ. സുനിഷ ഈലൂരിലുമായ സുനിഷ, മദ്യവിൽപ്പനയിൽ റെക്കോർഡ് നേട്ടം ഉണ്ടായിരിക്കുന്നു. വിദേശ മദ്യ ഷോപ്പുകൾ വഴി മദ്യവിൽപ്പന ഇനിയും ഉയരുമെന്നാണ് ബെവ്കോ കരുതുന്നത്, അല്ലേ? പുതിയ കണക്കുകൾ എല്ലാ വർഷവും ഈ തരത്തിൽ ഉപഭോഗം കൂടുന്നു എന്നുള്ള കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. സ്മൃതി, ഓണം സ്വാഭാവികമായും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഉത്രാട ദിനത്തിലും പൂരാട ദിനത്തിലും ഒക്കെ റെക്കോർഡ് മദ്യവിൽപ്പന നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ഓണം എത്തും മുന്നേ തന്നെ വിൽപ്പന അത് കുതിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ ഈ 21, 22, 23 ഇന്നലെ വരെയുള്ള 3 ദിവസത്തെ കണക്ക് നോക്കിയാൽ പോലും കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും 28 കോടി രൂപയുടെ വർധനവ് അത് മദ്യവിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 3 ദിവസം മാത്രം 270 കോടിക്ക് മുകളിൽ 279 കോടി രൂപയുടെ മദ്യം വിൽപ്പന നടത്തി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 250 കോടിക്ക് മുകളിലായിരുന്നു. ഇനി 18 മുതൽ, അതായത് ഓണം സീസൺ മുതൽ നോക്കിയ കണക്ക് നോക്കിയാൽ പോലും ഓണം സീസൺ തുടങ്ങി ഈ 6 ദിവസം പിന്നിടുമ്പോൾ 512 കോടി രൂപയുടെ മദ്യം അത് വിൽപ്പന നടത്തി എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 400 മുകളിലായിരുന്നു. അതായത് 100 കോടി രൂപയുടെ വർധനവ് അത് മദ്യവിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും നാളെയും മറ്റന്നാളും റെക്കോർഡ് മദ്യവിൽപ്പന തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ബെവ്കോ കണക്ക് കൂട്ടുന്നത്. ഒപ്പം ഈ പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാനും എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടറുമെല്ലാം സമാന്തരമായി നടക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ ലഹരിക്കെതിരായ, അതായത് ഈ മയക്കുമരുന്ന് പോലുള്ള ലഹരിയിൽ നിന്നും ആളുകൾ പിന്നോട്ടടിക്കുന്നതിന്റെ സൂചനയാണോ ഈ ബെവ്കോയിലെ ഔട്ട്ലെറ്റുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് എന്നൊരു നിഗമനത്തിലേക്ക് കൂടി എത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും വലിയ തിരക്ക് പലയിടങ്ങളിലും അനുഭവപ്പെടുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിൽ മദ്യവിൽപ്പന നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ 3 ദിവസത്തെ കണക്ക് മാത്രം 270 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് മാത്രം 100 കോടിക്ക് മുകളിലാണ് മദ്യവിൽപ്പന നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും വരുന്ന ദിവസങ്ങൾ അങ്ങനെയെങ്കിൽ ഉത്രാട ദിനത്തിലടക്കം വലിയൊരു വിൽപ്പന തന്നെ നടക്കും, റെക്കോർഡ് വിൽപ്പന തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ബെവ്കോയുടെ കണക്കുകൂട്ടൽ. സ്മൃതി, ശരി, മദ്യവിൽപ്പനയിൽ വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. സുനിഷ ഈലൂരാണ് വിവരങ്ങൾ നൽകിയത്.